ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ പറ്റിയാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും നിറയെ പൂക്കൾ തരുന്ന 10 പൂച്ചെടികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. മഴക്കാലം കഴിയുന്നതോടുകൂടി അടുത്ത സീസൺ തുടങ്ങിയാണ്. പൂച്ചെടികൾ നടേണ്ട ഒരു സമയവും കൂടിയാണ് ഇപ്പോൾ. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഈ വീഡിയോയിൽ കാണിക്കുന്ന പൂച്ചെടികൾ നിങ്ങളുടെ ഗാർഡനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ ചെടികളാണ് ഉള്ളത് എനിക്കും അറിയാനൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ധാരാളം പൂക്കൾ തരുന്ന ഒരു റോസാണ് കാശ്മീരി റോസ്. ഒരു ബഞ്ചിൽ തന്നെ, ഒരു കൊലയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 11 തൊട്ട് 13 പൂക്കൾ വരെ അടുപ്പിച്ച് ബഞ്ചായിട്ട് നിൽക്കുന്ന റോസാണ് കാശ്മീരി റോസ്. പുഴുക്കേടുകൾ അധികം ഇല്ലാത്ത ഒരു റോസും കൂടിയാണ്. സാധാരണ നമ്മൾ നഴ്സറിയിലൊക്കെ ബഡ് റോസൊക്കെ എടുക്കുകയാണെങ്കിൽ മാസത്തിൽ 2 തവണ അവർ അതിൽ മരുന്നൊക്കെ അടിക്കാറുണ്ട്. എന്നാൽ മാത്രമേ അത് അത്രയും ഭംഗിയോടുകൂടി നിൽക്കത്തുള്ളൂ. പക്ഷേ കാശ്മീരി റോസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിന് കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ സവാളയുടെ വെള്ളം, അതുപോലെ നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലപോലെ പൂക്കൾ തരുന്നതാണ്. നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവാനായിട്ട് എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സാധാരണ ഉണ്ടാവുന്ന പൂക്കളെക്കാളിലും കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഈ കാശ്മീർ റോസിൽ നോക്കിക്കഴിഞ്ഞാൽ വെള്ള, അതുപോലെ റെഡിൽ തന്നെ ഒരുപാട് ഷെയ്ഡുകൾ കാണാം. റോസ് കളറിൽ ഒരുപാട് ഷെയ്ഡുകൾ കാണാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. എവിടെയെങ്കിലും നഴ്സറിയിൽ കാണുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. റെയിനി സീസണിലും അതുപോലെ സമ്മറിലും ഒക്കെ ധാരാളം പൂക്കൾ തരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഹൈഡ്രേഞ്ചിയ മൈക്രോഫൈലിയ എന്നുള്ളത്. ഇതിൻ്റെ കളർ, ഈ ഫ്ലവറിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ ഈ സോയിലിൻ്റെ pH ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കളർ മാറുന്നത്. റോസി പിങ്ക് കളറൊക്കെയാണ്. ആൽക്കലൈൻ സോയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയിലിൻ്റെ pH ലെവൽ വന്നിട്ട് എബവ് 7 ആണെങ്കിലാണ് ആ ഒരു കളർ വരുന്നത്. അതുപോലെ തന്നെ വളരെ ബ്ലൂ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അസിഡിക് സോയിലാണ് ധാരാളം ഉള്ളത്. അത് pH ലെവൽ ബിലോ 7 ആയിരിക്കും. അതുകൊണ്ടാണ് ആ കളറിൽ പൂക്കൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പല കളേഴ്സിലാണ് ഇത് അവൈലബിൾ. അതുപോലെ നല്ല ബ്രൈറ്റ് സൺലൈറ്റ്, നാച്ചുറൽ സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വളർന്നു വരത്തുള്ളൂ. അതുപോലെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തയാവും. പ്രത്യേകിച്ച് പൂക്കളിലും ഇലകളിലും ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുക. ഇതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കേടുകൾ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. നിറയെ പൂക്കൾ തരുന്നതും അതുപോലെ നല്ല സുഗന്ധവും ഉള്ളതാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ഈ ഒരു ചെടി. ഇതിന് ജിഞ്ചർ ലില്ലി അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ലില്ലി എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ബൾബ് ഉപയോഗിച്ചാണ് നമ്മൾ ചെടികൾ നടേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെം ഒടിച്ചു കുത്തി അങ്ങനെ നടാൻ സാധിക്കുകയില്ല. അപ്പം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി എന്ന് പറയുന്നത് ബൾബ് നട്ടാണ് വളർത്തിയെടുക്കേണ്ടത്. ഇത് യെല്ലോ കളറിലും കാണാൻ സാധിക്കും. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്നത്. 365 ദിവസവും നല്ല പോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ബ്രസീലിയൻ സ്നാപ്ഡ്രാഗൺ അല്ലെങ്കിൽ ആമസോൺ ബ്ലൂ എന്നറിയപ്പെടുന്നത്. നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഈ പൂക്കളൊക്കെ നല്ല ഡാർക്ക് ബ്ലൂയിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ് ഇത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. സ്റ്റെം പ്രൊപ്പഗേഷനാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ചെറിയൊരു തണ്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ പൂക്കൾ വന്നു കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകുന്ന സമയത്ത് അത് പ്രൂൺ ചെയ്ത് നിർത്തുക. കാരണം ഇത് നല്ല ഹൈറ്റിൽ പോകുന്ന ചെടിയാണ്. ഒരു കൊല്ലം മുഴുവൻ പൂക്കൾ തരുന്ന മെലാപ്പൊഡിയം അല്ലെങ്കിൽ ബട്ടർ ഡേസി എന്ന പ്ലാന്റാണിത്. ഇതൊരു ലോ മെയിൻ്റനൻസ് പ്ലാന്റാണ്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ഉള്ള ഭാഗത്ത് ഈ ഒരു പ്ലാന്റ് വെക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ തരും. അതുപോലെ തന്നെ ഷെയ്ഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും പൂക്കൾ വളരെ കുറയുന്നതായിട്ട് കാണാം. വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന പോട്ടിൽ വെക്കുകയാണെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വളർന്നു വരത്തുള്ളൂ.
മെല്ലാപ്പൊഡിയം പ്ലാന്റ് 2 തരത്തിലാണുള്ളത്. യെല്ലോയും ഉണ്ട്, അതുപോലെ വൈറ്റും ഉണ്ട്. അതുപോലെ തന്നെ 365 ദിവസവും നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഈ കാണുന്ന ക്രീപ്പിംഗ് പ്ലാന്റിൻ്റെ പേരാണ് ക്ലെമറ്റിസ് ടെർണിഫ്ലോറ എന്നത്, അല്ലെങ്കിൽ ബ്രൈഡൽ ബൊക്കെ എന്നറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ കൂടുതലും ബ്രൈഡൽ ബൊക്കെ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ്. കൂടുതൽ സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വളരുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ തരികയും അതുപോലെ തന്നെ നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ്. വർഷത്തിലാണെങ്കിലും ഒരു 4 തവണയെങ്കിലും നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം. നമ്മൾ പോട്ടിലാണ് വളർത്തുന്നതെങ്കിൽ എല്ലാ മാസവും ഈ പൂക്കൾ വന്നതിന് ശേഷം, പൂക്കൾ പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കണം. അത് ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ് ഏറ്റവും നല്ലത്. നിറയെ മുട്ടുകൾ വന്ന് ചെറിയ ചെറിയ 4 ഇതളുകളുള്ള വെള്ള കളറിലെ പൂക്കളാണ് വരുന്നത്. നല്ല മണവുമാണ്. അതുപോലെ തന്നെ ചട്ടിയിൽ വളർത്തുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധ വേണം. കാരണം വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ചെടിച്ചട്ടി ആയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും. അതുപോലെ തന്നെ സ്റ്റെം പ്രൊപ്പഗേഷനാണ് ഇതിന് വേണ്ടത്. ഈ കാണുന്ന ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ പേരാണ് കാന ഗ്ലൗക്ക, അല്ലെങ്കിൽ വാഴച്ചെടി, അല്ലെങ്കിൽ കാനന വാഴ, തോട്ടവാഴ, ഇങ്ങനെ പല പേരുകളിലാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. വളരെ ഈസി ആയിട്ട് ലോ മെയിൻ്റനൻസ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നല്ല സൺലൈറ്റ് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ്. ഏതൊരു സൺലൈറ്റിലും ഇത് ഈസി ആയിട്ട് ടോളറേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബൾബും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാണുന്ന ചെറിയ ചെറിയ കായ്കൾ, അതാണ് സീഡായിട്ട് വരുന്നത്. ഇതിൽ ഒരുപാട് തൈകൾ പൊട്ടിമുളച്ച് വരുന്നത് കാരണം ഒന്ന് പൂക്കൾ പൊഴിഞ്ഞ് വീഴുമ്പോഴത്തേക്ക് അടുത്തതിൽ പൂക്കളുണ്ടാകും. അതുപോലെ തന്നെ ഇതിൽ മൾട്ടി കളേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓറഞ്ച്, റെഡ്, യെല്ലോ, പിങ്ക്, അങ്ങനെ പല കളേഴ്സിൽ നമുക്ക് ഇപ്പം നഴ്സറിയിൽ അവൈലബിളാണ്. അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഷെയ്ഡിൽ വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ വളരെ കുറയുന്നതായിട്ട് കാണാം. നല്ല മോയിസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല വലുപ്പമുള്ളതാണ്. വളരെ മനോഹരമായിട്ട് പൂക്കൾ തിങ്ങി നിൽക്കുന്ന മെലസ്റ്റോമ പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത്. ഇതിന് പ്രിൻസസ് ഫ്ലവർ, അല്ലെങ്കിൽ ഗ്ലോറി ബുഷ്, അല്ലെങ്കിൽ പർപ്പിൾ ഗ്ലോറി, അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇത് വൈറ്റ്, അതുപോലെ തന്നെ വയലറ്റ് കളർ, ലാവൻഡർ കളർ, പിങ്ക് കളർ, അങ്ങനെ പല ഷെയ്ഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നല്ല മരമായിട്ട് വളർന്നു വരും. അതിൽ സൺലൈറ്റ് നല്ല പോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. നമ്മൾ പോട്ടിലാണ് ഇത് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ നമുക്ക് ഇതിനെ നല്ല പോലെ പ്രൂൺ ചെയ്ത് നിർത്തുവാണെങ്കിൽ ഒരുപാട് മുട്ടുകളും പൂക്കളും ഒക്കെ വരുന്നത് കാണാം. നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് കൊടുക്കാം. ചാണകപ്പൊടി, അതുപോലെ എല്ലുപൊടി, ഇത് ഇത്രയും മതി വളം. അതിന് പ്രത്യേകിച്ച് ഒരുപാട് വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല. എല്ലുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ പൂക്കളുടെ വലുപ്പം ഒന്ന് ഇച്ചിരി കൂടുതൽ വലിയ പൂക്കൾ കിട്ടുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് വയലറ്റും ലാവൻഡർ ഷെയ്ഡ് ഒക്കെയാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു തണ്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഡഗാസ്കർ പെരുവിങ്കൽ, അല്ലെങ്കിൽ വിങ്ക റോസ്, അല്ലെങ്കിൽ നിത്യ കല്യാണി, ഉഷമലരി, അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. മഴക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തും ഒരുപോലെ പൂക്കൾ നിറയെ തരുന്ന വിങ്ക റോസ് പല കളേഴ്സിൽ ഇപ്പോൾ അവൈലബിളാണ്. ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള വിങ്ക റോസിന് ഒരുപാട് പൊക്കം വെക്കത്തില്ല. അതുപോലെ നാടൻ വിങ്ക റോസ് ആണെങ്കിൽ കൂടുതൽ ഹൈബ്രിഡിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നാടൻ വിങ്ക റോസിൽ ഒരുപാട് പൂക്കൾ കിട്ടുന്നുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റീസിൽ ഒരുപാട് കളേഴ്സ്, ഷെയ്ഡ്സ് ഒരുപാട് അവൈലബിളാണ്. നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ഉള്ളിടത്ത് മാത്രമേ ഇത് നന്നായിട്ട് വളർന്നു വരുള്ളൂ. ഒരുപാട് പൊക്കം വെക്കുന്ന നാടൻ ചെടി പ്രൂൺ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് നമുക്ക് നിർത്താൻ സാധിക്കും. എപ്പോഴും പൂക്കൾ തരുന്ന ഗംബ്രേന പ്ലാന്റിനെ പറ്റിയും, അല്ലെങ്കിൽ ഇതിനെ വാടാമല്ലി, അല്ലെങ്കിൽ വാടാമുല്ല എന്ന പല പേരുകളിലാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. ഇതിൽ ഒരുപാട് പൂക്കളുണ്ടാകും. ഒരുപാട് കെയർ വേണ്ടാത്ത ഒരു പ്ലാന്റും കൂടിയാണ്.
നമുക്ക് ശരിക്കും ഇതിൽ നിറയെ പൂക്കൾ വരാൻ കുറച്ച് ചാണകപ്പൊടി, ഓർഗാനിക് ഫെർട്ടിലൈസർ എന്തെങ്കിലും കുറച്ച് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പൂക്കൾ തരുന്നത് കാണാൻ സാധിക്കും. നല്ല സൺലൈറ്റുള്ള ഭാഗത്ത് വേണം ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട്. ഈ ഒരു പൂവ് ഉണങ്ങിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ അകത്തെ വിത്തുകൾ നമ്മൾ പാകിയാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ റെഡും വൈറ്റും റോസും ഒക്കെ ആയിട്ട് പല കളേഴ്സിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ശരിക്കും നമ്മളുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ തരുന്നതും നല്ല ഭംഗിയായിട്ട്, പൂക്കളൊക്കെ വാടാതെ തന്നെ കുറേ നാൾ നിൽക്കുന്നതുകൊണ്ടാണ് വാടാമല്ലി എന്ന പേര് തന്നെ വരാനുള്ള കാരണം. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ റെഡോ അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള പൂക്കളോട് കൂടിയ വാടാമല്ലി ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.